നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മ, അതിൻ്റെ ആദ്യ സുദിനങ്ങൾ അള്ളാഹു ഇരുലോക കാരുണ്യം നമുക്ക് ചൊരിയുന്ന ദിനങ്ങളാണ്. ആദ്യ ദിനങ്ങൾ അത് കഴിഞ്ഞു. ആ റഹ്മത്ത് ഇവിടെയും നാളെ പരലോകത്തും കരിഞ്ഞരുളുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഈ പരിശുദ്ധ റംലാന്റെ മഹത്തായ ഫഅലുകൊണ്ട് അള്ളാഹു നമ്മെയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നീട് റസൂൽ പറഞ്ഞു, ഔസത്തുഹു മഗ്ഫിറ, പരിശുദ്ധ റമദാന്റെ രണ്ടാമത്തെ 10 മധ്യഭാഗം, ഔസത്തുഹു മഗ്ഫിറ, അത് അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന അറിഞ്ഞും അറിയാതെയും വരുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുന്ന ദിനങ്ങളാണ്. അതും അൽഹംദുലില്ലാഹ് നമ്മൾ കടന്നകന്നുപോയി. അള്ളാഹു ആ മധ്യഭാഗത്ത് അള്ളാഹു കരിഞ്ഞരുളുന്ന പാപമോചനത്തിൽ ഉൾപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. ഇനി അവസാനത്തെ 10 കുറിച്ച് റസൂൽ പറയുന്നു, വആഖിറുഹു, പരിശുദ്ധ റമളാന്റെ അവസാനത്തെ നാളുകൾ ഇത്ഖുൻ മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ 10 ദിവസങ്ങൾ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ഈ 10 സുദിനങ്ങളിൽ ശറഅ് പറഞ്ഞ നിയമപ്രകാരം അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി മരിച്ചു പിരിഞ്ഞാൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകാൻ പോകുന്നത് നരകത്തിനുള്ള മോചനം. ആ വിഭാഗം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പരിശുദ്ധ ഈ സുദിനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവസാന നാളുകളിൽ എന്ത് ദുആയാണ് അള്ളാഹുവിനോട് ഞങ്ങൾ നടത്തേണ്ടത്? റസൂൽ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു ദുആ. നമ്മളൊക്കെ ഇനി ഉള്ള മുഴുവൻ ദിവസങ്ങളിലും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അള്ളാഹുവെ നീ മാപ്പരുളുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിന് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് തരണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് തരണം. അതിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന നിങ്ങളുടെ നാവുകൊണ്ടൊന്ന് ഒരു പ്രാവശ്യം ഉരുവിട്ട് നോക്കൂ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പരിശുദ്ധ റമദാന്റെ മഹനീയമായ വെള്ളിയാഴ്ച രാവിൽ ജുമാ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൽബിൽ നിന്ന് വരട്ടെ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, മാപ്പ് തരണേ റബ്ബേ. കാരണം റബ്ബ് മാപ്പ് തന്നില്ലേ ഒരു രക്ഷയില്ല. മരിച്ചു പിരിയാൻ നേരത്ത് പണം ഉണ്ടായതുകൊണ്ടോ, കുടുംബബലമുണ്ടായതുകൊണ്ടോ, രാജ്യത്ത് സ്വാധീനമുണ്ടായതുകൊണ്ടോ, മന്ത്രിയായതുകൊണ്ടോ, രാഷ്ട്രീയക്കാരനായതുകൊണ്ടോ, പണ്ഡിതനായതുകൊണ്ടോ ഒരു രക്ഷയുമില്ല. അള്ളാഹു മാപ്പ് തന്നേ പറ്റൂ. കാരണം ലോഡ് കണക്കിന് തിന്മകളുമായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ അറിയേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല റമളാൻ, പരിശുദ്ധ റമളാന്റെ നാളുകൾ കടന്നു വന്നാൽ അമറല്ലാഹു, അള്ളാഹു കൽപ്പിക്കും, ഹംലത്തൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും. അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ സദാസമയവും തസ്ബീഹുകളും ഇസ്തിഗ്ഫാറും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ, ആ അർശിന്റെ വാഹകരായ അള്ളാഹിന്റെ മുഖറബുകളായ മലക്കുകൾ, അവരോട് അള്ളാഹു കൽപ്പിക്കുന്നതിന് അൻ യക്ഫു അൻ തസ്ബീഹ്, തസ്ബീഹുകളൊക്കെ നിർത്തിവെക്കാൻ. അള്ളാഹുവിന് വേണ്ടി മലക്കുകൾ നിർവഹിക്കുന്ന തസ്ബീഹുകൾ നിർത്തിവെക്കാൻ അള്ളാഹു കൽപ്പിക്കുമാറല്ല. എന്നിട്ടോ വയസ്തഗ്ഫിറു ലി ഉമ്മത്തി മുഹമ്മദിൻ വൽ മുഅ്മിനീൻ, മുഅ്മിനീന്റെ ഉമ്മത്തുകൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി മലക്കുകളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിക്കും. അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തസ്ബീഹ് നിർത്തിവെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുദിനങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ആശംസ, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത, നമുക്ക് വേണ്ടതായ അതെല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുദിനങ്ങളാണ് കടന്നുപോകുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സലീം ഇബ്നു ഈസ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
മാ അക്രമൽ മുഅ്മിൻ അലല്ലാഹി നായിമൻ അലാ ഫിറാശി. ഒരു വിശ്വാസി രാത്രിയിൽ കിടന്നുറങ്ങി അല്ലെങ്കിൽ പകലിൽ കിടന്നുറങ്ങി, നോമ്പുള്ളവനാണ്, പകലിലോ രാത്രിയിലോ കിടന്നുറങ്ങി, എന്നിട്ടോ വൽ മലായിക്കത്ത് യസ്തഗ്ഫിറൂന, ആ സമയത്തും മലക്കുകൾ ഈ വിശ്വാസിയായി കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസിയായി കിടന്നുറങ്ങുന്ന ഈ മനുഷ്യന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. നമ്മളെ പ്രാർത്ഥനയൊക്കെ നിന്നല്ലോ, ആ സമയത്ത് പോലും മലക്കുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകിയ ഈ പരിശുദ്ധ റമദാനിലെ മഹനീയമായ സുദിനങ്ങൾ എങ്ങനെ ചെലവഴിക്കണമെന്ന് വെച്ചാൽ അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഖുർആൻ പഠിച്ചുകൊണ്ടും ഖുർആനുമായി നിരന്തര ബന്ധം മരണം വരെ, അല്ലാണ്ട് ഈ റമദാനിന് മാത്രമായ റമദാനിയാവും അല്ലേ? റമദാൻ കഴിഞ്ഞിട്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റബ്ബാനിയായി, അള്ളാന്റെ ആൾക്കാരായി. നമ്മൾ ആവേണ്ടത് റബ്ബാനിയായി, റമദാനിയല്ല. റമദാനിയാവാൻ അത് സീസണൽ ഭക്തി തന്നെ പറയാം. ഒരൊറ്റ മാസത്തേക്ക് ഒരു ഭക്തി ഉണ്ടൊക്കെ, അതൊക്കെ അള്ളാനെ പറ്റിക്കാൻ നടക്കും. പക്ഷെ ആരെയാണ് നമ്മൾ പറ്റിക്കാൻ നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാതെ തന്നെ നമ്മൾ പറ്റിച്ചുകൊണ്ട് നിൽക്കുക. ഇന്ന് ജീവിതം മുഴുവൻ പറ്റിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരോട് സലാം ചൊല്ലി പരിചയപ്പെട്ട അവനെ പറ്റിക്കും. അല്ലെന്നെ പറയുന്നത് പറ്റിക്കുന്നുണ്ട്. വലിയ തക്കവുള്ള ആളായിട്ട് അഭിനയിക്കാനുള്ളത് അല്ലേ? യുഹാദിയൂൻ അല്ലാഹ്, അല്ലെന്നെ പറയാം, അള്ളാനവർ വഞ്ചിക്കും. കൊല്ലദിനാമിന് കൂടെ നടക്കുന്ന വിശ്വാസികളെയും അള്ളാഹുവിനെയും പറ്റിക്കാൻ എളുപ്പമാണ്. ബോധ്യപ്പെടുത്തുക നല്ല മനുഷ്യനാണ്. പക്ഷെ അത് മയ്യത്തോടെ ചെന്നാൽ എന്താവും? കണക്ക് പറയുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവണം. ഇവിടുന്ന് നമ്മൾ ആരൊക്കെയോ വഞ്ചിച്ചിട്ടുണ്ടാവും, പരിചയമുണ്ടാവും, റബ്ബിനെ പരിചയമുണ്ടാവും, ചില ഭാര്യനെ പരിചയമുണ്ടാവും, ചില മക്കളെ പരിചയമുണ്ടാവും, കുടുംബത്തെ പരിചയമുണ്ടാവും. പക്ഷെ അതിനൊക്കെ കണക്ക് പറയാനുള്ള ഒരു ദിവസത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇതിലും നല്ലൊരു ഒരുക്കം നടത്താൻ പറ്റിയ ടൈമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രം അള്ളാഹു കൊടുത്തിയൊരു അനുഗ്രഹമുണ്ട് ഈ റമദാനില്. അത് മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് മാത്രമേ കൊടുത്തുള്ളൂ, അതിന് മുമ്പുള്ള ഉമ്മത്തിനും അത് കൊടുത്തില്ല. അതെന്താന്ന് നമുക്ക് നോക്കാം. റസൂലുള്ളാഹി പറയാം, ഊതീതു ഉമ്മത്തി ഫീ ശഹ്ർ റമദാൻ ഖംസൻ. എന്റെ ഉമ്മത്തിന് അള്ളാഹു 5 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ലം യൂതഹുന്ന നബിയുൻ ഖബലി, എനിക്ക് മുമ്പ് വന്ന ഒരു പ്രവാചകന്മാർക്കും ആ 5 അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ അനുഗ്രഹങ്ങൾ എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അവർക്ക് മുഹമ്മദ് ഉണ്ടോ? അതെന്താ? ഫൈനഹു ഇതാക്കാൻ അവ്വൽ ലൈലത്തി മിൻ ശഹ്ർ റമദാൻ, റമദാനിന്റെ ആദ്യ സുദിനങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ആ നോമ്പ് നോറ്റ വ്യക്തിയെ നളറല്ലാഹു ഇലൈഹിം, അള്ളാഹു അവനെ പ്രത്യേകം ശ്രദ്ധിക്കും. നോമ്പ് നോക്കുന്ന വ്യക്തിയെ അള്ളാഹു ശ്രദ്ധിക്കും. ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹ് ശ്രദ്ധിക്കുന്നു. നളറല്ലാഹു ഇലൈഹി, അള്ളാഹു അവനെ ശ്രദ്ധിക്കും. വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബ്ഹു അഹദൻ. ആരെയെങ്കിലും അള്ളാഹു കടാക്ഷിച്ചാൽ, നോട്ടത്തിലൂടെ ശ്രദ്ധിച്ചാൽ, ലം യുഅദ്ദിബ്ഹു അഹദൻ, ഒരിക്കലും ഇനി അവന് ശിക്ഷ ഉണ്ടാവില്ല. ഒരൊറ്റ നോമ്പിന്റെ നാളിൽ അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചു കിട്ടിയാൽ പിന്നെ അവന് ശിക്ഷയില്ല. അത്ര അനുഗ്രഹീതമായ നോട്ടാത്. ആ അനുഗ്രഹീതരായ നോട്ടം ലഭിക്കുന്നവരിലും അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനൊക്കെ ആണെങ്കിൽ മാത്രമേ തൽക്കാലം നമ്മളൊന്ന് കഴിച്ചിലാവും. നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഈ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇന്ന് തന്നെ മരിച്ചാൽ സ്വർഗം അള്ളാഹു തരാൻ മാത്രമുള്ളതൊന്നും കയ്യിലില്ലെന്ന്, ഇല്ലേ? നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ 5 വക്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരിയാ. പക്ഷെ നിസ്കരിച്ചൊന്നും അള്ളാന്റെ അടുത്തേക്ക് പോയില്ല. അത് ഇവിടെ തന്നെ ഉണ്ട്, നമുക്കറിയാം അല്ലേ? നിസ്കരിക്കാൻ കൈയ്യിട്ടും പള്ളിയിലുണ്ടാവും. കൈയ്യെട്ടി കഴിഞ്ഞാലോ? കൈയ്യെട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല. ഓരോരുത്തരും വൈക്കി പോകും. കൈയ്യെട്ടിയാൽ മതി, ഒജ്ജത്ത് കഴിഞ്ഞോളന്നില്ല. ദുആഉൽ ഇഫ്തിതാഹിന്റെ മുമ്പ് തന്നെ മൂപ്പര് അബുദാബി എത്തിയിട്ടുണ്ടാവും. സൂറത്തൊക്കെ എത്തുമ്പോഴേക്കോ ചിലര് തമിഴ്നാട്ടില് ഈരോട്, തിരുപ്പൂർ, കാട്ട്പാടി, ആർക്കോണ്, ജോലാർപേട്ട എല്ലാം മരക്കമ്പിലെത്തും, അല്ലേ? ഓരോരുത്തർ ചെയ്യുന്ന ബിസിനസ് അനുസരിച്ചാ പോവുക. അതൊന്നും കിട്ടൂല, നമുക്ക് തന്നെ അറിയാം. പിന്നെ ഇപ്പൊ ലേശം കിട്ടാനൊരു അവസരമുള്ളൊരു കാര്യം റമളാനാണ്. അതും പോയാലോ?
നിർഭാഗ്യവാന്മാരല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നോക്കാം റസൂലുള്ള പറയാ എന്താ റസൂലുള്ള പറഞ്ഞത്? ഒന്ന്, അള്ളാന്റെ നോട്ടം കിട്ടുക, അല്ലെ? രണ്ടാമത് റസൂലുള്ള പറയാ ഓമ്മ സാനിയ, രണ്ടാമത്തെ അനുഗ്രഹം ഫൈന ഖുലൂഫ അഫ്വാഹിഹിം ഹീന യുംസൂൻ അത്യബ ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു മനുഷ്യൻ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയാള് അടുത്ത് നിന്ന് സംസാരിച്ചാൽ ഭയങ്കര ദുർഗന്ധമായി വായക്ക്, അല്ലേ? ആ വായന്റെ ദുർഗന്ധം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് നമ്മുടെ അറപ്പും തോന്നും. അത്ര വെറുപ്പ് തോന്നുന്ന ദുർഗന്ധം ഉണ്ടാകും. അതിനെപ്പറ്റി റസൂലുള്ള പറയാ, ആ ദുർഗന്ധം അവരനുഭവിച്ചാലും നിങ്ങൾ അനുഭവിച്ചാലും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഒന്നും പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാക്കി മാറ്റും. അപ്പൊ നമുക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം വായുനാറ്റത്തിന് കൂലി തരിക. വായുനാറ്റത്തിന് സാധാരണ കൂലി ആർക്കാ കിട്ടുക? ഡെന്റൽ ഡോക്ടർക്കാ, അല്ലേ? കാരണം ക്ലീൻ ചെയ്യാൻ പോകും. അപ്പം അതിനെന്തെങ്കിലും കിട്ടും. അതിന് മൂപ്പർക്ക് റീഹുൽ മിസ്ക് ഉണ്ടാവും, അല്ലെ? കസ്തൂരിയുടെ സുഗന്ധം മൂപ്പർക്ക് ഉണ്ടാവും. ഇത് നമ്മക്കുണ്ടാവും റമളാനിൽ. അപ്പൊ രണ്ടാമത്തെ ഇനിയോ റസൂലുള്ള പറയാണ് വഅമ്മ സാലിസ, മൂന്നാമത്തെ അനുഗ്രഹം ഫൈനൽ മലായിക്കത്തെ തസ്തഗ്ഫിറുലഹും ഫീ കുല്ലി യൗമിൻ വലൈല, രാപ്പകൽ ഇടതടവില്ലാതെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ അനുഗ്രഹം. ഒരു ഉമ്മത്തിനും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടൂല. മോമിന്റെ ഒരു ഉമ്മത്തിന് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണെന്ത്? മലക്കുകളുടെ പ്രാർത്ഥന. അത് രാപ്പകലില്ല, രാവും പകലും പ്രാർത്ഥിക്കും. നമ്മളൊക്കെ നിങ്ങൾ തന്നെ പാലിച്ചു നോക്കി. നിങ്ങൾ റമളാനിന് 30 ദിവസവും ദുആയോട് ദുആണെങ്കിൽ നിങ്ങൾക്ക് മടുക്കൂലേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരുന്ന തന്നെ മടുക്കും. നമുക്കെല്ലാം മടുക്കണമല്ല, മലക്കുകൾ നമുക്ക് മടുപ്പില്ലാണ്ട് ദ്വാരക്കും. പക്ഷേ നിങ്ങൾ ഖുർആനൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിലോ കടലിലെ മത്സ്യം പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കടലിലെ മത്സ്യം ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മൾ പറയില്ല, ആരെയും കണ്ടാൽ നിങ്ങൾ ദ്വാരക്കണം. നമ്മളൊരു മത്സ്യത്തെ കണ്ടാൽ ദ്വാരക്കണം എന്ന് പറയും. മത്സ്യം നമുക്ക് വേണ്ടി ദ്വാരക്കും കേട്ടോ. അപ്പോ അതാണ് മൂന്നാമത്തെ. നാലാമത്തതോ 5 അനുഗ്രഹങ്ങളുള്ള പറഞ്ഞ ആർക്കും ലഭിക്കാത്ത വഅമ്മ റാബിയ, എന്നാൽ നാലാമത്തെ അനുഗ്രഹം ഫൈനല്ലാഹു തആല യൗമുറു ജന്നത്തഹു, ഇപ്പൊ അല്ലാഹു തന്റെ സ്വർഗത്തോട് കൽപ്പിക്കും. എന്ത്? ഫയഖൂൽ ലഹാ ഇസ്തഇദ്ദി വതസയ്യനി ലിഇബാദി, എന്റെ ദാസന്മാർ, എന്റെ അടിമകൾ നോമ്പ് നോറ്റ് ഖുർആൻ ഓതി സക്കാത്ത് കൊടുത്ത് സദക്ക നിർവഹിച്ച് ഇഅ്തികാഫ് ചെയ്ത് ഖിയാമുൽ ലൈൽ നിർവഹിച്ച് പകലന്തിയോളം കഷ്ടപ്പെട്ട് ത്യാഗം സഹിക്കുകയാണ്. മലക്കുകളോട് അല്ലാഹു പറയാ, അതുകൊണ്ട് ഒരുക്കി വെച്ചോളൂ അവർക്ക് കിടക്കാനുള്ള സ്വർഗലോകം. അങ്ങനെ അവർക്ക് വന്നണയാണ് സ്വർഗലോകം മലക്കുകളോട് ഉണ്ടാക്കാൻ ഇസ്തഇദ്ദി, തയ്യാറാക്കി വെക്കാൻ. നമ്മൾ സാധാരണ പിയാപ്പിളിയൊക്കെ പൊരല് വരുമ്പോ എന്താക്കല്? ഒരു കിടന്നുറങ്ങാൻ ഒരു കാര്യമില്ലാത്ത ആളാണ്. എന്നാൽ മേളില്ല ഉരുണ്ട തലയണിയും പരന്ന തലയണിയും. റബ്ബേ, അനുഭവിക്കാൻ ആണായി എന്നതിന്റെ പേരിൽ മാത്രം, അല്ലേ? അതൊന്നും സ്വർഗത്തിലെ സുഖങ്ങളല്ലല്ലോ. അവിടെ ഉണ്ടതൊക്കെ വനമാരിക്കും മസ്ഫൂഫ, അല്ലെ? സഫ് സഫായി വെച്ച നമാരിക്കുകൾ, തലയണകൾ ഉണ്ട് അവിടെ. അതിൽ നിന്നാണേക്കും അറ കണ്ടുപിടിച്ചത്. എനിക്കറിയാം, അറബികള് അറാറിനെ കാണിച്ചു തന്നു എന്നാണല്ലോ. നമ്മളവിടെ അറ കാണിച്ചു കൊടുക്കലാണല്ലോ. റാറിനെ കണ്ടു, അറാറിനെ കാണിച്ചു കൊടുത്തു. അറബിയിലുള്ള ഭാഷകളുടെ വ്യത്യാസം. റാ എന്ന് പറഞ്ഞാൽ കണ്ടു, അറ അതിന്റെ അർത്ഥം കാണിച്ചു കൊടുത്തു. അപ്പൊ അറ കാണിച്ചു കൊടുക്കാന്ന് പറയില്ല. അപ്പൊ ഏതോ അറബികൾ അറ എന്നുണ്ടാവും. അത് പിന്നെ നമ്മളിവിടെ അറ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കലുണ്ട്. പിയാപ്പിളിന്റെ അമ്മ, പിയാപ്പിളിന്റെ പെങ്ങന്മാരും ഒക്കെ വന്ന് അറ കാണും, എന്നിട്ട് മോളെ കാണും, അല്ലേ? എല്ലായിടത്തും ഇല്ല. കൂടുതൽ ജാഹിലുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ടാവും. ഏതാട്ടെ. അപ്പം സ്വർഗത്തോട് അള്ളാഹു പറയാണ് അലങ്കരിച്ചു വെക്കാൻ. ആർക്ക് വേണ്ടി? ഈ പിയാപ്പിൾക്ക്. ഏതാ പിയാപ്പിള? ഖുർആനുള്ള, നോമ്പുള്ള, സക്കാത്തുള്ള, സദക്കയുള്ള, ഇഅ്തികാഫുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള എന്റെ പിയാപ്പിളാർക്ക് വേണ്ടി സ്വർഗമേ അണിയിച്ചൊരുക്കുക. വതസയ്യനി ലിഇബാദി, എന്റെ അടിമകൾക്ക് വേണ്ടി. ലിഇബാദി, അള്ളാഹിനോട് ചേർക്കുക.
എന്റെ എന്ന് അല്ല പറയാ, എന്റെ അടിമകൾക്ക് വേണ്ടി അലങ്കരിച്ചു വെക്കാൻ, തസയ്യനി സീനത്താക്കി വെക്കാൻ. തസയ്യനി ഇബാദി എന്താ കാരണം? ഔഷഖൻ തസ്തരിഹ അൻ തഅബിദ് ദുനിയ ഇലാ ദാരി വ കറാമത്തി. അവര് എന്റെ ആദരവിലേക്കും എന്റെ ആദരവിന്റെ ഭവനത്തിലേക്കും സ്വർഗത്തിലേക്കും ദുനിയാവിലെ ക്ഷീണമെല്ലാം അവസാനിപ്പിച്ച് എന്നിലേക്ക് വരാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് സ്വർഗമേ അലങ്കരിച്ചു നിന്നോളൂ. ആ മയ്യത്ത് ഏറ്റുവാങ്ങുക. സ്വർഗം പോലും മയ്യത്ത് ഏറ്റുവാങ്ങാൻ കാത്തിക്കാൻ അല്ല പറയുന്നു. അങ്ങനത്തെ ടൈമാണ് ഇടാം. ഇനി അവസാനത്തെ അനുഗ്രഹം, 4 അനുഗ്രഹങ്ങളപ്പോൾ റസൂൽ എണ്ണിയത്. അഞ്ചാമത്തത് ഓമ്മൽ ഖാമിസത്ത്. അഞ്ചാമത്തെ അനുഗ്രഹം എന്താ? ഇതാക്കാൻ ആഖിർ ലൈലത്തിൽ, റമളാന്റെ അവസാനത്തെ നാളുകളിലേക്ക് എത്തിയാൽ ഗഫറല്ലാഹു ലഹും ജമിഅ, അള്ളാഹു എല്ലാ പാപങ്ങളും, ആലോചിച്ച അറ്റമില്ലാത്ത വർത്താനല്ലേ, എന്നാലോചിച്ച് നോക്കുള്ളൂ. എല്ലാ പാപങ്ങളും യഗ്ഫിറുല്ലാഹു ദുനൂബൻ ജമിഅൻ, മുഴുവൻ പാപം അല്ല പുറത്ത് ചെയ്യാൻ അവസാന നാളിൽ ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിങ്ങൾ ദ്വാരനല്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ അഫു പറഞ്ഞ മാപ്പ് നീ തരാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണം പഠിച്ചോ. അപ്പോ അവസാനത്തെ നാളുകളിലേക്ക് എത്തിയാൽ ഗഫറല്ലാഹു ലഹും ജമിഅ ഫഖാല റജുലുൻ മിനൽ ഖൗം. അപ്പൊ സമൂഹത്തിലെ ഒരാൾ ചോദിച്ചു അള്ളാന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂൽ, അത് ലൈലത്തുൽ ഖദ്റിൽ മാത്രമാണ്? അല്ല, ലൈലത്തുൽ ഖദ്ർ മാത്രമല്ല, ഈ റമളാനിൽ മാത്രമല്ല, എല്ലാ നാളുകളിലും അള്ളാഹുവിന്റെ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയൊക്കെ ലഭ്യമാകുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മൾ പെടണം. അതിനുള്ള ഖുർആനിലൊരു ആയത്ത് ഇറക്കിയിട്ടുണ്ട് അല്ലേ, ഇന്നാ അൻസൽനാഹു. ഇപ്പം ഈ റമളാൻ 30 ദിവസം നമ്മൾ തറാവീന് ഓതി കേട്ടുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത് ഫി ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു, ഈ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു ഫി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ, നിർണിത രാത്രിയിൽ അല്ലേ. ഒമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള നാളാണ് ഒരൊറ്റ ദിവസം. അത് മുസ്ലിം ഈ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് മാത്രമല്ല, അങ്ങനെ ഒരു സമൂഹത്തിനില്ല. ഒരു ദിവസം ഇബാദത്ത് ചെയ്താൽ 83 വർഷവും 4 മാസവും ഒരാൾ നിന്ന് ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം പോയി ഒരൊറ്റ ദിവസം ഉണ്ടാവും. അതൊക്കെ വല്ലാത്ത ഭാഗ്യ. അതൊക്കെ ഉണ്ടാകാന്നില്ല, അതൊക്കെ അതിലൊക്കെ ചെന്ന് പെടുക എന്നുള്ളത് അല്ലേ. അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് ഫൈന ശഖിയ മൻ ഹുരിമ ഫീ. ഈ ഇതെല്ലാ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും നരകത്തിൽ പോകേണ്ട ഗതികേടുള്ള നിർഭാഗ്യവാൻ, അള്ളാഹുവിന്റെ റഹ്മത്തിന് തടയപ്പെട്ടവൻ, അവനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. ഷഖിയ ആര്? മൻ ഹുരിമ ഫീഹി റഹ്മത്തുള്ള. ഈ കാരുണ്യങ്ങളെല്ലാം തടയപ്പെട്ടവൻ ആരോ അവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവനാണ്. അതുകൊണ്ട് ഈ അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഈ പരിശുദ്ധ റമളാനിന്റെ മഹനീയമായ ദിനങ്ങളിൽ അള്ളാഹുവിനോട് അടുത്തും ചെയ്തുപോയ പാപങ്ങൾ റബ്ബിനോട് പൊറുക്കലിനത്തോടെയും 24 മണിക്കൂറും നമ്മളെ കൊണ്ടാവും വിധം പ്രാർത്ഥിച്ചു. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുകയാണ്. ഇബാദത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ. എന്താ റസൂല പറഞ്ഞു, ഇന്ന ഹാദ ഷഹറ ഖദ് ഹദറകുദ, റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഫീഹി ലൈലത്തുൽ ഖദ്ർ, അതിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ ലഭിക്കുന്ന ഒരു ദിവസം. മൻ ഹുരിമഹ, ആ ലാഭം ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ഫഖദ് ഹുരിമൽ ഖൈർ, അവന് കുല്ല, അവന്റെ എല്ലാ നന്മകളും അവൻ നഷ്ടപ്പെടുത്തി. പിന്നെ ഇനി ഒരു നന്മയില്ല. ഈ നന്മ നഷ്ടപ്പെടുത്തിയെങ്കിൽ പിന്നെ ഒരു നന്മ ഉണ്ടാവില്ല കേട്ടോ. വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂം, എല്ലാ നന്മയും നഷ്ടപ്പെട്ട് തടയപ്പെട്ടവൻ നിർഭാഗ്യവാനാണ്. അത്തരം നിർഭാഗ്യത്തിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂട്ടുകാർ പലരും യാത്ര പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ്
അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പരിശുദ്ധ റമളാന്റെ മഹത്തായ ഫൗല് കൊണ്ട് അവർക്കൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കുകയും അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള നാളുകളിൽ, നിമിഷങ്ങളിൽ എപ്പോഴെല്ലാം നിങ്ങളും ഞാനും സുജൂദിൽ പോകുന്നുവോ ആ സമയത്തൊക്കെ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർലി ദൻബി, അല്ലാഹുവേ ഗ്ഫിർലി ദൻബി, എന്റെ പാപങ്ങൾ നീ എല്ലാം പുറത്തു തരണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദൻബി കുല്ല, അല്ലാഹുവേ എന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണം. അല്ലാഹുമ്മ ഗ്ഫിർ അവ്വലുഹു വആഖിറു, അല്ലാഹുവേ ഞാൻ ജനിച്ച് ആദ്യ നാൾ തൊട്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്ന നാൾ വരെ ചെയ്തു പോയ തെറ്റുകൾ പടച്ചോൻ എനിക്ക് മാപ്പ് തരണം. എവിടെ നമ്മൾ ചോദിക്കുന്നതാണ്? വസ്ജുദ് വഖ്തരിബ്, സുജൂദിൽ പ്രവേശിക്കുന്നു, അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നു. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുക സുജൂദിലാണ്. ആ സമയത്താണ് പറയുന്നത്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി ദൻബി കുല്ല, അല്ലാഹുമ്മ ഗ്ഫിർ അവ്വലുഹു വആഖിറുഹു, അല്ലാഹുമ്മ ഗ്ഫിർലി അലാനിയതി വസിതി. പടച്ചോനെ, എല്ലാവരും അറിഞ്ഞ് ചെയ്തു പോയ തെറ്റുകളുണ്ട്, ആരെയും നീ അറിയിക്കാതെ എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ട്, അതൊക്കെ പടച്ചോനെ മാപ്പ് തരണം. ഇതൊക്കെ നമ്മൾ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയമാണിത് കേട്ടോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മൾ നിർവഹിക്കാറുണ്ട്, പക്ഷെ നമ്മളതിന്റെ ബോധത്തോടു കൂടിയല്ല എന്ന് മാത്രം. നിസ്കാരത്തിന്റെ ഇടയിൽ ഇരുത്തത്തിരിക്കല്ലേ, സുജൂദിന്റെ ഇടയിൽ ഒരു ഇരുത്തം, അതിലെന്താ പ്രാർത്ഥിക്കല്? അല്ലാഹുമ്മ ഗ്ഫിർലി, കൊടുത്തുകൊണ്ട പടച്ചോനെ, വർഹംനി, കരുണ ചെയ്യ് പടച്ചോനെ, വആഫിനി, ആരോഗ്യം കൊണ്ട പടച്ചോനെ, വർസുഖ്നി, എനിക്ക് നല്ല ഭക്ഷണം തരണം, ഹലാലായ, ഹറാമൊന്നും എന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല, അതാണ് വർസുഖ്നി. ഇതൊക്കെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടും മരണം വരെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നാളെ അത്തരക്കാരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗസ്ഥരായി കയറിക്കൂടിയ നമ്മൾ അവിടെ വെച്ച് നടത്തുന്ന ഒരു സംഭാഷണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വഅഖ്ബല ബഅ്ലുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ, അവർ പരസ്പരം അഭിമുഖമായിരുന്നു സംസാരിക്കും. ആര്? സ്വർഗത്തിൽ കയറിയവര്. ഇതൊക്കെ അല്ലാഹ് കബൂലാക്കി. നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ കയറിയ ആളുകൾ പരസ്പരം ഒരു ചർച്ച അവിടെ നടക്കും. മനുഷ്യന്മാരെ എവിടെ കൂടിയാലും ചർച്ച നടക്കുമല്ലോ, എന്തിനു കൂടിയാലും ചർച്ച നടക്കും. അപ്പൊ സ്വർഗത്തിൽ കയറിയാലും ഉണ്ടാവും. ആ ചർച്ച എന്താ? കാലു അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, പടച്ചോനെ, കുടുംബത്തിൽ ജീവിച്ചപ്പോൾ അള്ളാഹുവെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അതൊന്നും കഴിയാത്ത കാര്യാട്ടോ. കുടുംബത്തിൽ ജീവിക്കുമ്പോഴാണ്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞു വരും. കുടുംബത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹിനെ ഭയപ്പെടാൻ വലിയ പ്രയാസമാണ്, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പരിശോധിച്ചോ. കാരണം നമുക്ക് അവിടെ പലരുടെയും തടസ്സങ്ങൾ ഉണ്ടാവും. ഒന്ന് ഭാര്യയുടെ തടസ്സം ഉണ്ടാവും, ഒന്ന് മക്കളുടെ തടസ്സം ഉണ്ടാവും, ഒന്ന് പിയാപ്പളുടെ തടസ്സം ഉണ്ടാവും, ഒന്ന് പിയാപ്പളുടെ കുടുംബം, ഒന്ന് എളാമന്റെ, ഒന്ന് എളാപ്പന്റെ, എല്ലാരെയും നോക്കണല്ലോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കഴിച്ചിട്ടാവില്ല. നമ്മൾ പല തെറ്റും ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ, നമുക്ക് വേണ്ടിയല്ല. നിങ്ങൾ നോക്കേണ്ടി, പരിശോധിച്ച് നോക്കേണ്ടി. ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുക്കുന്ന ടൈമിന് അതൊക്കെ നിർത്തിവെച്ച് പല പരിപാടികൾക്കും നടക്കുന്നത് എന്തുകൊണ്ടാ? പലരെയും സന്തോഷിപ്പിക്കാനാ, അല്ലെ? അതുകൊണ്ടാ പറയുന്നത്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ രാജ്യത്ത് ഭൂമിയിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു ഇപ്പോൾ ദാ സ്വർഗം നമ്മളെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. വവഖാന അദാബസ്സമൂം, കാരണം നരകത്തിന്റെ മറുഭാഗത്ത് നരകാഗ്നിയിൽ നിന്ന് രോമത്തിന്റെ കൂപ്പങ്ങൾ തുളച്ചു കയറുന്ന നരകാഗ്നിയുടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്. അപ്പൊ ഇവരിത് കണ്ടിട്ട് പറയാണെന്ത്? വഖാന അദാബസ്സമൂം, രോമകൂപ്പങ്ങളിൽ തുളച്ചു കയറുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷിച്ചു. ചർച്ചയാണ്. ഒരു കാരണം, കുടുംബത്തിൽ ജീവിച്ചപ്പോൾ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ചു. കുടുംബത്തിലല്ല ശ്രദ്ധിച്ചത്. കുടുംബം എന്തായി, വാപ്പന്തായി, ഉമ്മ എന്തായി, അവൻ നോക്കിയില്ല. അള്ളാഹു എന്ത് പറഞ്ഞു അതാണ് ചെയ്തു. അത് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രയാസം ഉണ്ടാവും, അല്ലേ? നമുക്ക് പലപ്പോഴും അള്ളാഹിന്റെ തൃപ്തിക്കൊത്ത് നിൽക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാ? നമ്മളെ കുടുംബം നമ്മളെ വരിഞ്ഞു മുറുക്കും.
അപ്പൊ പിന്നെ നമ്മൾ ആ വരിഞ്ഞു മുക്കിൽ നിന്നു. കുറെ നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഞാൻ ആര് ഏതെന്നൊന്നും വ്യക്താക്കുന്നില്ല. വ്യക്താക്കിയാൽ ചിലപ്പോൾ ചിലർക്ക് പ്രയാസമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അറിയാം എന്താന്ന് അല്ലേ? നിങ്ങൾ ഒരുപാട് തടയപ്പെട്ടിട്ടില്ലേ നന്മ ചെയ്യുന്നതിൽ നിന്ന്? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു പലപ്പോഴും വിലപിച്ചിട്ടില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? ആരോ തടസ്സപ്പെടുത്തിയാണ്. നമുക്ക് അള്ളാന്റെ തൃപ്തിക്കൊന്നും ജീവിക്കാൻ കഴിയില്ല. പറയാൻ കഴിയാൻ നാവടങ്ങിപ്പോവും ഇല്ലേ? മക്കളൊക്കെ വലിയ വലിയ തെറ്റും ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴേ എത്ര ദീനുള്ള പാപ്പക്കൊന്നും ഉണ്ടാകാൻ കഴിയില്ല. അയ്യോ അടങ്ങിപ്പോവും. പിന്നെ നമ്മളെ കുടുംബത്തിലുള്ള നമുക്ക് മക്കളുടെ കഴിയുകയും പിന്നെ നമ്മളെ കുടുംബത്തിലുള്ള ആരെ നമുക്ക് കഴിയും ഇല്ല. അവിടെയാണ് ഇവിടുത്തെ വിഷയം. ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. കുടുംബത്തിൽ ജീവിച്ചപ്പോൾ അള്ളാഹുവെ നിന്നെ ഭയപ്പെട്ടു. അപ്പൊ മന്നല്ലാഹു അലൈന, അതുകൊണ്ട് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ചു. ഉണ്ടോ? അപ്പൊ എന്താ കാരണം വെച്ചല്ലേ? വക്കാന അദാബസമൂം, തുളച്ചു കളയുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു. ഇന്നാ കുന്നാ മിൻ ഖബ്ൽ നദൂഹു. നമ്മൾ അത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ച നാളിൽ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അള്ളാഹു ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്യുന്നവനും കാരുണ്യം ചെയ്യുന്നവനും. അതുകൊണ്ട് പുണ്യവാനായ കാരുണ്യവാനായ അനുഗ്രഹീതനായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ സ്വർഗം മുഖാമുഖം കാണിച്ചു തന്നുകൊണ്ട് റൂഹ് പിരിച്ചു കളയുന്ന മുത്തഖീങ്ങളായ നല്ല മനുഷ്യരുടെ റൂഹ് പിരിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാം റൂഹിനെ പിരിച്ചു അള്ളാഹു അവന്റെ സ്വർഗത്തോപ്പിലേക്ക് നമ്മയും കൊണ്ടുപോയി മലക്കുകൾക്ക് എത്തിച്ചു നൽകാനുള്ള അവസരം അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ വന്നുപോയ നമുക്ക് അള്ളാഹുവെ ഈ പരിശുദ്ധ റമളാന്റെ മഹത്തായ ഫضലുകൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങൾക്കെല്ലാം പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തും പറഞ്ഞും ചെയ്തവരാണ്. ഞങ്ങൾക്ക് നിന്നോട് മാത്രമേ റബ്ബെ പറയാനുള്ളൂ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നീ കേൾക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. റഹ്മാനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിന്റെ അവർണ്ണനീയമായ സ്വർഗത്തോപ്പിൽ പ്രവേശിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബെ. എല്ലാ തെറ്റുകളും റഹ്മാനായ റബ്ബെ ഈ റമളാന്റെ പരിശുദ്ധി കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ചെയ്ത ഇബാദത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.